നടന്ന അടുത്ത സെക്ഷൻ എത്തിയപ്പോൾ തന്നെ ഇതുപോലത്തെ മീൻ കണ്ടത് എൻ്റെ അമ്മ കാണണ്ട കേട്ടോ, ഇതെങ്ങാനും വറക്കാൻ പറ്റുമോ കറി വെക്കാൻ പറ്റുമോ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാവും. എൻ്റെ അമ്മയ്ക്ക് മീനെന്ന് വെച്ച പ്രാന്താണ് കേട്ടോ. മീനില്ലാണ്ട് ചോറിറങ്ങില്ല എന്ന് പറഞ്ഞ പോലെ ഈ മീൻ കണ്ടു കഴിഞ്ഞാൽ ഇതിനെ വാങ്ങാൻ പറ്റുമോ എന്നടക്കം ചോദിച്ചു പോകും. അത്രയും ഭംഗിയുള്ള മീനുകളും അത്രയും ഭംഗിയുള്ള രസമുള്ള കാഴ്ചകളും കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ളത്. അങ്ങനെ അവിടെ നിന്ന് നേരെ വന്നപ്പോഴതാ ഈ ഒരു മുതലിനെ കണ്ടത് കേട്ടോ. നിങ്ങൾക്കറിയാം ഇതാണ് നമ്മുടെ ആലിഗേറ്റർ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വൈറ്റ് പ്ലാറ്റിനാണെന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ അതിനായിട്ട് ഒരുപാട് വീഡിയോസും ഫോട്ടോസും എടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. കാരണം നമ്മുടെ കയ്യിലുള്ളതിലൊക്കെ എത്രയോ ബെറ്റർ ആയിട്ടുള്ള ഒരു അലിഗേറ്ററുകാരായിട്ട് എനിക്ക് തോന്നിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അരോണിനെ കണ്ടു. എനിക്ക് കുറച്ച് മീനുകളൊക്കെ പേരറിയാം കേട്ടോ, അതാണ് കേട്ടോ മെൻഷൻ ചെയ്ത് പറയുന്നത്. പിന്നെ അവിടെ നിന്ന് നേരെ പോകുന്നത് ഇതുപോലുള്ളൊരു ഗുഹയ്ക്ക്. ഇതിൻ്റെ അറ്റ്മോസ്ഫിയർ മൊത്തം ഇരുട്ടാണ് കേട്ടോ. അക്വേറിയം മാത്രം ഹൈലൈറ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ മാത്രമേ ലൈറ്റ് ഉള്ളൂ കേട്ടോ. അത് കാരണം തട്ടി തടഞ്ഞ് വീഴാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ നടക്കുമ്പോൾ. അങ്ങനെ അവിടെ നിന്ന് പോകുമ്പോൾ വെറൈറ്റി ഉള്ള പല മീനുകളെയും കണ്ടു. പിന്നെ ഒരുപാട് വാൾപേപ്പർ സ്റ്റിക്കേഴ്സും അതുപോലെ തന്നെ വാൾ പ്രതിമകളും എല്ലാം കണ്ടു. അടിപൊളി ഒരു ലുക്കായിരുന്നു കേട്ടോ. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ.